Hi students, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു എ ഐ ആൻഡ് ഡാറ്റാ സയൻസ് എന്നുള്ള സബ്ജക്ട്സിൽ ബേസിക്സ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. ഓക്കെ, ടോപ്പിക്കിലേക്ക് പോകാം. സോ വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്? സോ ഡെഫിനേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എ ഐ ദാറ്റ് എനേബിൾസ് സിസ്റ്റംസ് ടു ലേൺ ഫ്രം ഡാറ്റ ആൻഡ് ഇംപ്രൂവ് വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എന്താ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റാണ്, അതിൻ്റെ ഒരു ബ്രാഞ്ചാണ്. So it enables the systems to learn from data. So main focus എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റയിൽ നിന്ന് സിസ്റ്റത്തിന് ലേൺ ചെയ്യാൻ പറ്റും മെഷീൻ ലേണിങ്ങിൽ. സോ മെഷീൻ ലേണിംഗ് ഈസ് ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് സിസ്റ്റംസ് capable ഓഫ് ലേണിംഗ് ഫ്രം ഡാറ്റ. ഇറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ദ പാറ്റേൺസ്, ആ ഡാറ്റയുടെ അകത്തുള്ള പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ് വിത്ത് മിനിമൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ് ടു പെർഫോം എ ടാസ്ക്. സോ യൂഷ്വൽ ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിൽ എന്തായിരിക്കും, ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എഴുതിയിട്ടുണ്ടായിരിക്കുക. ബട്ട് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് അങ്ങനെയല്ല. ദേ ആർ ട്രെയിൻഡ് ഓൺ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് യൂസ് ദാറ്റ് ഡാറ്റ ടു മേക്ക് ഡിസിഷൻസ് ഓർ പ്രിഡിക്ഷൻസ്. സോ നമ്മൾ സിസ്റ്റത്തിന് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഒരു ടാസ്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല ഇവിടെ കൊടുക്കുന്നുണ്ടാവാം. ഇൻസ്റ്റെഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് എന്ന് പറയുന്നത് ഈ ഡാറ്റ സെറ്റിൽ നിന്ന് തന്നെ അതിന് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ലേണിംഗ് അല്ലെങ്കിൽ ആ നോളജ് യൂസ് ചെയ്തിട്ട് അത് ഡിസിഷൻസ്, പ്രിഡിക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇതാണ് മെഷീൻ ലേണിംഗ്. നെക്സ്റ്റ് മെഷീൻ ലേണിംഗിലെ കുറച്ച് ടേംസ് നോക്കാം. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ്. സോ ഫീച്ചേഴ്സ് ആർ ദി ഇൻപുട്ട് വാരിയബിൾസ് ദാറ്റ് ദ മോഡൽ യൂസസ് ടു ലേൺ പാറ്റേൺസ് ഫ്രം ദി ഡാറ്റ. സോ നമ്മുടെ മെഷീൻ ലേണിംഗിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ആർ ദി ഇൻപുട്ട് ഡാറ്റ. എ സിംഗിൾ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ് ദ സ്പെസിഫിക് ഇൻപുട്ട് വാരിയബിൾ. അതൊരു സ്പെസിഫിക് ഇൻപുട്ട് വാരിയബിളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ്, പ്രെഡിക്റ്റേഴ്സ്, ആട്രിബ്യൂട്ട്സ്. സോ ഇതെല്ലാം ഫീച്ചേഴ്സിൻ്റെ ആൾട്ടർനേറ്റീവ് ടേംസ് ആണ്. സോ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം, എന്താണ് ഫീച്ചേഴ്സ്. സോ കൺസിഡർ ദ ടാസ്ക് ഓഫ് പ്രിഡിക്റ്റിംഗ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഹൗസ്. സോ ഒരു ഹൗസിൻ്റെ പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവിങ് സിനാരിയോ കൺസിഡർ ചെയ്യാം. സോ അതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈസ് ഓഫ് ദാറ്റ് ഹൗസ്. നമുക്കറിയാം സ്മോളർ ഹൗസ് ആണെങ്കിൽ പ്രൈസ് കുറച്ച് കുറവായിരിക്കും, ലാർജർ ഹൗസ് ആണെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു ഫീച്ചർ മാത്രം മതിയോ നമ്മുടെ ഈ ഒരു ടാസ്ക് സോൾവ് ചെയ്യാൻ? ഇല്ല, ദിസ് ഈസ് നോട്ട് ഇനഫ്. സോ വി വിൽ നീഡ് മോർ റെലവൻറ്റ് ഫീച്ചേഴ്സ്. എന്നാലാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഹൗസിൻ്റെ പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, റെലവൻറ്റ് ഫീച്ചേഴ്സ്. സോ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് റെലവൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് സൈസ്, നമ്പർ ഓഫ് ബെഡ്റൂംസ്, ദെൻ സ്ട്രീറ്റ്, ദെൻ ഏരിയ, ഓവറോൾ കണ്ടീഷൻ, ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ, എക്സെട്ര. ഇനിയും കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. സോ ഈ റെലവൻറ്റ് ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്താലാണ് നമ്മുടെ സിസ്റ്റത്തിന് ആ ഒരു പാറ്റേൺസ് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, സോ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ദ ഇൻപുട്ട് വാരിയബിൾസ് ആണ്, അല്ലെങ്കിൽ ഇൻപുട്സ് ടു ദ ML സിസ്റ്റം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണ്? ഹൗസ് പ്രൈസ് പ്രിഡിക്ഷനാണ്. ഓക്കെ, സോ അതിനകത്തുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത്, ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിനാരിയോയിലുള്ള റെലവൻറ്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സൈസ് ഓഫ് ദ ഹോം, നമ്പർ ഓഫ് ബെഡ്റൂംസ്, സ്ട്രീറ്റ്, ഏരിയ, ഓവറോൾ കണ്ടീഷൻ, ദെൻ ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ, ദെൻ എക്സെട്ര. ഇനിയും ഫീച്ചേഴ്സ് ഉണ്ട്. സോ ദി n നമ്പർ ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ജനറലി നമുക്ക് ഫീച്ചേഴ്സ് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടി വരാം. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു സിസ്റ്റം ഈ ഒരു ഫീച്ചേഴ്സിൽ നിന്ന് ഡാറ്റ ലേൺ ചെയ്ത് ഫൈനലി നമുക്ക് ഔട്ട്പുട്ടായിട്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഹൗസ് പ്രിഡിക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ പ്രിഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ദറ്റ് ഈസ് എൻ ഇമെയിൽ സ്പാം ഡിറ്റക്ടർ. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം സിനാരിയോയിൽ നമ്മുടെ ഇൻപുട്ട് എന്തൊക്കെയായിരിക്കാം? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇമെയിൽ എന്ന് പറയുന്നത് സ്പാം ആണോ അല്ലയോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻപുട്ട് ഫീച്ചേഴ്സ് എന്തായിരിക്കും? നമ്മുടെ ആക്ച്വൽ ഇമെയിലിനകത്തുള്ള സെൻഡേഴ്സ് അഡ്രസ് ആൻഡ് ദ ടൈം ആൻഡ് അവർ ഓഫ് ദ ഡേ ദ ഇമെയിൽ വാസ് ജനറേറ്റഡ്, ആൻഡ് ദ നമ്പർ ഓഫ് സ്പാം വേർഡ്സ്
അപ്പം അതിനകത്തുള്ള വിൻ, ഫ്രീ, ഓഫർ, മണി എക്സെട്ര ഇങ്ങനത്തെ ടേംസൊക്കെ. സോ ഇനിയും അതിനകത്തുള്ള ലെങ്ത് ഓഫ് ദ മെസ്സേജ്, അങ്ങനത്തെ നമുക്ക് ഒരുപാട് റെലവൻറ്റ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം ലേൺ ചെയ്യുന്നുണ്ടാവാം. ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ സ്പാം ആണോ സ്പാം അല്ലയോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഫീച്ചേഴ്സ് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ദ ലിസ്റ്റ് ഓഫ് ഇൻപുട്ട് ഫീച്ചേഴ്സ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് എ വെക്ടർ. സോ വെക്ടർ ഫോമിലാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുക, വെക്ടർ വിത്ത് സൈസ് n. സോ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ n ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ദറ്റ് ഈസ് വെക്ടേഴ്സ് ആയിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക മാത്തമാറ്റിക്കലി. സോ ഫീച്ചേഴ്സിനെ നമുക്ക് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കോമ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതി പോവാം, x1, x2, x3 എക്സെട്ര xn. സോ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. സോ കോമൺലി നമ്മൾ x എന്നുള്ള ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, ജസ്റ്റ് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ടേം ലേബൽസ് ആണ്. Labels are the target variables that you want to predict. So these are the output of your machine learning model. So final output ആണ് നമ്മൾ labels എന്ന് പറയാം, which the learning algorithms learns to predict based on features. So ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് ലേബൽ എന്ന് പറയുക. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്, നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലേബലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൗസിംഗ് പ്രൈസ് പ്രിഡിക്ഷൻ പ്രോബ്ലത്തിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ആക്ച്വൽ പ്രൈസ് ഓഫ് ദി ഹൗസ് ആണ്, പ്രിഡിക്റ്റഡ് പ്രൈസ് ഓഫ് ദ ഹൗസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ലേബൽ. സോ ലേബൽസ് ആർ ഓൾസോ നോൺ ആസ് ടാർഗറ്റ് വാരിയബിൾ, ഔട്ട്പുട്ട്, റെസ്പോൺസ്, ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ടേംസും ഓർത്ത് വയ്ക്കുക. സോ നമ്മുടെ സ്പാം നോട്ട് സ്പാം ക്ലാസിഫിക്കേഷൻ, സോ ആ ഒരു കാറ്റഗറിയിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫൈനൽ സ്പാം ഓർ നോട്ട് സ്പാം എന്നുള്ള ലേബൽസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട്. സോ മാത്തമാറ്റിക്കലി നമുക്ക് ഈ ഫീച്ചേഴ്സ് ആൻഡ് ലേബൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു ഇക്വേഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്, നമ്മൾ വെക്ടർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. y എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ലേബൽ. ഓക്കെ, സോ നെക്സ്റ്റ് ടേംസ് ലേബൽഡ് ഡാറ്റ അല്ലെങ്കിൽ ലേബൽഡ് എക്സാമ്പിൾ എന്താണ്. Labeled data is the data that has been assigned a label or category indicating the correct classification for each data point. So ഒരു ഡാറ്റയ്ക്ക് നമുക്ക് കറസ്പോണ്ടിങ് ഏത് കാറ്റഗറി ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് ലേബൽ ആണെന്നുള്ളത് അസൈൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലേബൽഡ് ഡാറ്റ അല്ലെങ്കിൽ ലേബൽഡ് എക്സാമ്പിൾ. ദിസ് ലേബലിംഗ് ഈസ് ടിപ്പിക്കലി ഡൺ ബൈ ഹ്യൂമൻ അനോട്ടേറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടാസ്ക്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്നുള്ളത് നമുക്കിനി വരുന്ന സെഷൻസിൽ നോക്കാം. ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ദ മോഡൽ ലേൺസ് ഫ്രം ദി ലേബൽഡ് എക്സാമ്പിൾസ്. സോ ലേബൽഡ് എക്സാമ്പിൾസ് ആണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ്സിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക ടു മേക്ക് പ്രിഡിക്ഷൻസ് ഓൺ ന്യൂ ഡാറ്റ. ഓക്കെ, സോ ലേബൽഡ് ഡാറ്റ എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആ ഡാറ്റ സെറ്റിലുള്ള ഡാറ്റ ഏത് കാറ്റഗറിയാണെന്നുള്ളത് ഓൾറെഡി അസൈൻഡ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേബൽഡ് ഡാറ്റയ്ക്കുള്ള എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ എ ഡാറ്റ സെറ്റ് ഓഫ് ഇമേജസ് വിത്ത് ലേബൽസ് ഇൻഡിക്കേറ്റിംഗ് വെദർ ഈച്ച് ഇമേജ് കണ്ടെയ്ൻസ് എ കാറ്റ് ഓർ ഡോഗ്. സോ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇമേജസ് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഓരോ ഇമേജിനകത്തുമുള്ളത് കാറ്റ് ആണോ അല്ലെങ്കിൽ ഡോഗ് ആണോ എന്നുള്ളത് ഓൾറെഡി അസൈൻ ചെയ്ത് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഓരോ ഇമേജ് അല്ലെങ്കിൽ ഓരോ ഡാറ്റ ഉണ്ടായിരിക്കും, ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ലേബൽസ് ഓൾറെഡി ഉണ്ടായിരിക്കും. അതാണ് ലേബൽഡ് ഡാറ്റ. ഓക്കെ, ആൻഡ് ഇമെയിൽ ഡാറ്റ സെറ്റ് ലേബൽഡ് ആസ് സ്പാം ഓർ നോട്ട് സ്പാം. ഇപ്പം നമുക്ക് ഓൾറെഡി ഇമെയിൽ സ്പാം ഡിറ്റക്ടറിൻ്റെ കേസിൽ നമ്മൾ ഓരോ കൊടുക്കുന്ന ഡാറ്റ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ സെറ്റിനകത്തുള്ള ഓരോ ഇമെയിലും ഇപ്പോൾ ഇത് സ്പാം ഇമെയിൽ ആണെങ്കിൽ അത് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത് നോട്ട് സ്പാം ആണെങ്കിൽ അതും ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെ ഓൾറെഡി ലേബൽ ചെയ്ത് വെക്കുന്ന ഡാറ്റ സെറ്റിനെയാണ് നമുക്ക് ലേബൽഡ് ഡാറ്റ അല്ലെങ്കിൽ ലേബൽഡ് എക്സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും ഓൾറെഡി കറസ്പോണ്ടിങ് ഫീച്ചേഴ്സ്, കറസ്പോണ്ടിങ് ലേബൽസ് ഓൾറെഡി അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് അൺലേബിൾഡ് ഡാറ്റ അല്ലെങ്കിൽ അൺലേബിൾഡ് എക്സാമ്പിൾ എന്താണ്. അൺലേബിൾഡ് ഡാറ്റ ഈസ് ദ ഡാറ്റ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എനി ലേബൽസ് ഓർ കാറ്റഗറീസ് അസൈൻ ടു ഇറ്റ്. അതിനകത്ത് നമ്മൾ ലേബൽസ് അല്ലെങ്കിൽ അതിൻ്റെ കാറ്റഗറി ആണെന്നുള്ളത് ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല. സോ ദ ട്രൂ ക്ലാസിഫിക്കേഷൻ ഓർ കാറ്റഗറി ഓഫ് ഈച്ച് ഡാറ്റ പോയിന്റ് ഈസ് അൺനോൺ. So making unlabeled data is suitable for unsupervised learning task.
സോ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് സിനാരിയോയിലാണ് നമ്മൾ അൺലേബിൾഡ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ അൺലേബിൾഡ് ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. In unsupervised learning, the model must learn from the inherent structure of the data to uncover the patterns. സോ സിസ്റ്റം തന്നെ എന്താണ്, ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന ഇമേജസിൽ നിന്ന് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യണം. അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നടക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന സെഷൻസിൽ നോക്കാം. ദെൻ എക്സാമ്പിൾസ് നോക്കാം. അൺലേബിൾഡ് ഡാറ്റയ്ക്ക് എക്സാമ്പിൾസ് നോക്കാം. An image data set without any labels indicating the objects in an image. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഡോഗ് ഓർ കാറ്റ് എന്നുള്ളതിൻ്റെ ഇമേജ് സെറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓരോ ഇമേജും ഇപ്പോൾ ഇതിനകത്ത് സപ്പോസ് കാറ്റ് ആയിരിക്കാം, ഇതിനകത്ത് ഡോഗ് ആയിരിക്കാം, ബട്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഡാറ്റാ സെറ്റിനെയാണ് വിത്തൗട്ട് എനി ലേബൽസ്. സോ അതിൽ നിന്ന് തന്നെ ആ സ്ട്രക്ചറിൽ നിന്ന് തന്നെ ആ ഇമേജിനകത്ത് കാറ്റിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡോഗിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് തന്നെ സിസ്റ്റം ഹാവ് ടു ലേൺ. ആ ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ലേൺ ചെയ്ത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് അൺലേബിൾഡ് ഡാറ്റയ്ക്കുള്ള ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എ ഡാറ്റ സെറ്റ് ഓഫ് കസ്റ്റമർ ട്രാൻസാക്ഷൻസ് വിത്തൗട്ട് എനി ലേബിൾസ് ഇൻഡിക്കേറ്റിംഗ് ഫ്രോഡുലൻറ്റ് ഓർ നോൺ ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻസ്. സോ ഒരുപാട് നമ്മുടെ ഡാറ്റ സെറ്റിൽ കുറേ ട്രാൻസാക്ഷൻസിൻ്റെ ഡാറ്റ അവൈലബിൾ ആയിരിക്കും, ബട്ട് അതിനകത്ത് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ല. ഫ്രോഡുലൻ്റ് ആണോ നോൺ ഫ്രോഡുലൻ്റ് ആണോ എന്നുള്ളത് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. സിസ്റ്റം ഹാസ് ടു ലേൺ ഫ്രം ദി ഡാറ്റ, അല്ലെങ്കിൽ ആ പാറ്റേൺസ് അതിൽ നിന്ന് സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നടക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് കറസ്പോണ്ടിങ് ഡാറ്റയിനകത്തുള്ള ഫീച്ചേഴ്സ് സിസ്റ്റം തന്നെ ലേൺ ചെയ്തോളും. ഫൈനൽ ലേബലിംഗ് എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, സോ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവില്ല. ഓരോ ഇമേജ് അല്ലെങ്കിൽ ഓരോ ഡാറ്റ ഇന്ന കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഇന്ന ലേബലാണ് ലേബൽ ചെയ്ത് വെക്കുന്നുണ്ടാവില്ല. ദാറ്റ് ഈസ് അൺലേബിൾഡ് എക്സാമ്പിൾ. നെക്സ്റ്റ് ട്രെയിനിങ് ദ മെഷീൻ മോഡൽ ഓർ മോഡൽ ട്രെയിനിങ്. സോ ഇതിനകത്ത് ഒരു മെഷീൻ ലേണിംഗ് ട്രെയിനിങ് ഫേസ് ഉണ്ട്. സോ എന്താണ് ട്രെയിനിങ് ഫേസിൽ സംഭവിക്കാം? ഒരു ട്രെയിനിങ് ഡാറ്റ സെറ്റാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ ട്രെയിനിങ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ ലേബിൾഡ് എക്സാമ്പിൾസ് ആയിരിക്കാം നിങ്ങളുടെ ഡാറ്റ സെറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ സെറ്റ് അൺലേബിൾഡ് എക്സാമ്പിൾസ് ആയിരിക്കാം. ഓക്കെ, സോ ഏതാണെങ്കിലും ആ ട്രെയിനിങ് ഫേസിനകത്ത് കറസ്പോണ്ടിങ് എന്താണ് ഈ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡാറ്റ സെറ്റിൽ നിന്ന് ലേൺ ചെയ്തിട്ട് സിസ്റ്റം വിൽ ഡെവലപ്പ് എ ട്രെയിൻഡ് മോഡൽ. ഒരു ട്രെയിൻഡ് മോഡൽ അവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ ട്രെയിൻഡ് മോഡലിലേക്ക് നമ്മൾ പുതിയ ഇൻപുട്സ് അല്ലെങ്കിൽ ന്യൂ ഇൻപുട്സ് നമ്മളത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് മോഡൽ ട്രെയിനിങ്. സോ ബേസിക്കായിട്ട് മെഷീൻ ലേണിങ്ങിൻ്റെ വർക്കിംഗ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, so model training in machine learning എന്താണ്? It refers to the process of teaching a machine learning algorithm to recognize patterns, make predictions or perform specific task. So model trainingൽ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതം പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ സെറ്റ് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എന്തായിരിക്കും? ദ അൽഗോരിതം ലേൺസ് ഫ്രം എ സെറ്റ് ഓഫ് ലേബിൾഡ് ഓർ അൺലേബിൾഡ് ഡാറ്റ and adjust its internal parameters to minimize the errors and optimize its performance. So actually training phase എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡാറ്റ സെറ്റിൽ നിന്ന് സിസ്റ്റം ലേൺ ചെയ്ത് ഫൈനലി ഒരു ട്രെയിൻഡ് മോഡൽ അവിടെ ഡെവലപ്പ് ചെയ്യും. സോ ഈ ട്രെയിൻഡ് മോഡൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് പ്രിഡിക്ഷൻസ്. സോ പുതിയ ഡാറ്റാസ് വരുമ്പോൾ ഈ ട്രെയിൻഡ് മോഡലിലേക്ക് ഇൻപുട്ട് കൊടുക്കുക. സോ കറസ്പോണ്ടിങ് ആ ഡാറ്റ ക്ലാസിഫൈ ചെയ്ത് കിട്ടും. So there are two main phases ആണ്. Training phase is also known as learning phase. So training phaseൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ക്രിയേറ്റിംഗ് ദ മോഡൽ ആണ്. സോ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് യൂസ് സം ലേണിംഗ് അൽഗോരിതംസ് ദാറ്റ് വിൽ ബിൽഡ് ദ മോഡൽ യൂസിങ് ദ ട്രെയിനിങ് ഡാറ്റ സെറ്റ്. സോ നമുക്ക് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് ട്രെയിനിങ് ഫേസ് കഴിയുമ്പോൾ എന്താണ്? ഒരു ട്രെയിൻഡ് മോഡലാണ് ഡെവലപ്പ് ചെയ്ത് കിട്ടുക. So the machine learning system will learn the patterns inside the training data set and store that knowledge into a trained model. So inference phase എന്തായിരിക്കും? Where they apply that knowledge to the real world problems. So actual scenarioയിൽ ഒരു പുതിയ ഡാറ്റ വരുമ്പോൾ നമ്മൾ എന്താണ് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ അൺസീൻ ഡാറ്റാസ് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ യൂസ് ചെയ്യാത്ത ഡാറ്റാസ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ക്ലാസിഫൈ ഓർ ഇറ്റ് ക്യാൻ മേക്ക് പ്രിഡിക്ഷൻസ് ചെയ്യുന്നത് ഇൻഫറൻസ് ഫേസിലാണ്. സോ ആ ട്രെയിൻഡ് മോഡലിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ്
ഇതാണ് കറസ്പോണ്ടിങ് പ്രിഡിക്ഷൻസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ടാവും. സോ ഇത്രയാണ് ബേസിക്കായിട്ട് കുറച്ച് മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് നെക്സ്റ്റ് ലെക്ചറിൽ നോക്കാം. താങ്ക് യു.